അയൽവാസികൾ തമ്മിലുണ്ടായ വാക്കേറ്റത്തെ തുടർന്ന് കത്തിക്കുത്തിൽ ഒരാൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതികൾ പിടിയിലായി. കൊല്ലം കേരളപുരം ജിതീഷ് ഭവനിൽ സജിത്താണ് കൊല്ലപ്പെട്ടത്. സജിത്തിന്റെ സഹോദരൻ സുജിത്തും സുഹൃത്ത് അശ്വിൻ എന്നിവർ കൊല്ലത്തെ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. നെടുമല ആയുർവേദ ജംഗ്ഷനിൽ അനന്തു, വർക്കല പനേറ സ്വദേശി പ്രസാദ്, നെടുമ്പന ആയുർവേദ ജംഗ്ഷനിൽ സുനിൽ രാജ്, നല്ലില അഞ്ചു, കശവണ്ടി ഫാക്ടറിക്ക് സമീപം താമസിക്കുന്ന ഷൈജു, നെടുമ്പന പഴങ്ങാലം അതുൽ, അഖിൽ എന്നിവരെയാണ് കണ്ണനല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കുണ്ടറ നെടുമ്പന ഇടപ്പനയത്ത് ശനിയാഴ്ച രാത്രി 10:30 അയൽവാസികളായ ഇരു വീട്ടുകാരും തമ്മിൽ വാക്കേറ്റമുണ്ടായതും കത്തിക്കുത്തിൽ കലാശിച്ചതും. ഇതേ തുടർന്നാണ് ഒരാൾ കൊല്ലപ്പെട്ടത്. കേരളപുരം ജിതീഷ് ഭവനിൽ 25 വയസ്സുള്ള സജിത്താണ് കത്തിക്കുത്തിൽ കൊല്ലപ്പെട്ടത്. സജിത്തിന്റെ സഹോദരൻ 28 വയസ്സുള്ള സുജിത്തും സുഹൃത്ത് അശ്വിൻ എന്നിവരും കൊല്ലത്തെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. നായയെ അഴിച്ചുവിടുന്നതുമായി ഉണ്ടായ തർക്കം ഇരുകൂട്ടരും തമ്മിലുണ്ടായിരുന്നു. ഇടപ്പനയം സ്വദേശി പവിത്രനും അവിടെ വാടകയ്ക്ക് താമസിക്കുന്ന സുനിൽ രാജ് എന്നിവർ തമ്മിലാണ് തർക്കമുണ്ടായത്. സുനിൽ രാജന്റെ മകളുടെ പിറകെ നായ കുരച്ചുകൊണ്ട് ചെന്നത് സുനിൽ രാജ് അയൽവാസിയായ പവിത്രനോട് ചോദ്യം ചെയ്യുകയും ഇരുകൂട്ടരും തമ്മിൽ വാക്കേറ്റമുണ്ടാവുകയും ചെയ്തു. തുടർന്നുള്ള തർക്കങ്ങളാണ് സംഭവത്തിന് കാരണം. സംഭവം അറിഞ്ഞെത്തിയ കണ്ണനല്ലൂർ പോലീസ് ഇരുകൂട്ടരെയും അവിടെ നിന്ന് പറഞ്ഞുവിടുകയും രാവിലെ സ്റ്റേഷനിൽ എത്താൻ പറയുകയും ചെയ്തു. പോലീസ് പോയതിനു ശേഷം വീണ്ടും ഇരുവരും തമ്മിൽ ഏറ്റുമുട്ടുകയും കത്തിക്കുത്തിൽ കലാശിക്കുകയും ചെയ്തു. നാട്ടുകാർ പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് കണ്ണനല്ലൂർ പോലീസ് എത്തിയപ്പോൾ കുത്തേറ്റ് കിടക്കുന്ന സജിത്തിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. പോലീസ് രാത്രിയിൽ തന്നെ 6ഓളം പേരെ പിടികൂടി. ഇരുകൂട്ടർക്കുമെതിരെയും പോലീസ് കേസെടുത്തു. കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷൻ SHO ഗംഗാപ്രസാദിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് പ്രതികളെ രാത്രിയിൽ തന്നെ വിവിധ സ്ഥലങ്ങളിൽ അറസ്റ്റ് ചെയ്തു. വൈദ്യപരിശോധനകൾക്ക് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.